കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ ഇന്നലെ 9-ാം സർഗം, ഉത്തരരാമായണത്തിലത്തെ 9-ാം സർഗത്തിലത്തെ അവസാനത്തെ സർഗത്തിലത്തെ 35-ാമത്തെ ശ്ലോകം ചെയ്ത് നിർത്തി. അതിലെന്താണ് രാമൻ്റെ അന്ത്യയാത്ര, അതായത് രാമൻ്റെ ഈ രാമനായിട്ടുള്ള ദേഹം ത്യജിച്ച് വൈകുണ്ഠത്തിലേക്ക് പോകാനുള്ള യാത്രയെയിലോ. അപ്പോൾ നേരം വെളിച്ചായപ്പോൾ, പ്രഭാതമായപ്പോൾ വിസ്താരമുള്ള മാർഗത്തോടും താമരയുടെ വെള്ളത്താമരയുടെ എതളുപോലെ വികസിച്ച നേത്രങ്ങളോടുകൂടിയ രാമചന്ദ്ര ഭഗവാൻ കുലഗുരുവായ വസിഷ്ഠരോട് പറഞ്ഞു, എന്ത് ഗുരോ, എൻ്റെ അഗ്നിഹോത്രങ്ങളൊക്കെ മുമ്പിൽ നടക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ നിർത്തി. 36 വായിക്കാം. തതോ വസിഷ്ഠോപി ചകാര സർവം പ്രാസ്ഥാനികം കർമ്മ മഹദ്വിധാനാത് ക്ഷൗമാംബരോ ദർഭപവിത്രപാണിർമഹാപ്രയാണായ ഗൃഹീതബുദ്ധി. തഥാ അതിനുശേഷം വസിഷ്ഠനും മഹദ്വിധാനാൽ മഹത്തായ സാമഗ്രികൾ, അതായത് വേണ്ട സാധനങ്ങളോട് കൂടി പ്രാസ്ഥാനികം കർമ്മ, പ്രസ്ഥാനോചിത കർമ്മത്തെ, പ്രസ്ഥാനം പിന്നെ എന്താണ്, അവസാനത്തെ യാത്രയാണല്ലോ പ്രസ്ഥാനം, അതായത് പ്രസ്ഥാനത്തിന് ഉചിതമായിട്ടുള്ള കർമ്മത്തെ സർവം ചകാര, അതായത് അവസാനത്തെ യാത്രയ്ക്ക് മുമ്പുള്ള എല്ലാ ഇതിനും കർമ്മത്തെ സർവം ചകാര എല്ലാം ചെയ്തു ശ്രീരാമഭഗവാന് വേണ്ടിയിട്ട്. മഹാപ്രയാണായ ആ മഹാപ്രസ്ഥാനം, പാണ്ഡവന്മാരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ മഹാഭാരതത്തിലെ മഹാപ്രസ്ഥാനം. എല്ലാവരും ആദ്യം ധർമ്മപുത്രരുടെ, പിന്നെ ഭീമൻ, അങ്ങനെ അവസാനം ദ്രൗപദി, അങ്ങനെ നമ്മൾ കണ്ടില്ലേ. അതേപോലെ എല്ലാവരും പോവുകയാണ്. ലക്ഷ്മണൻ ഓൾറെഡി പോയില്ലോ. അപ്പം മഹാപ്രസ്ഥാനത്തിനായിക്കൊണ്ട് ഗൃഹീത ബുദ്ധി, വിചാരിച്ചിട്ട് മനസ്സിൽ രാമൻ ഞാൻ നീ പോവുകയാണെന്ന്, ഈ ദേഹം ത്യജിക്കുകയാണെന്ന് തന്നെ തീർച്ചയാക്കിക്കൊണ്ട് ക്ഷൗമാംബര, ശുഭ്രമായ വെളുത്ത വസ്ത്രം ധരിച്ച് ദർഭപവിത്ര പാണി, ദർഭ കയ്യിൽ പിടിച്ച് പിന്നെ നടക്കുകയാണ് രാമനും. അതായത് ധരിച്ച് പരിശുദ്ധനായി നിന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ, നടക്കാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ പിന്നെ കുലഗുരുവായിട്ടുള്ള വസിഷ്ഠൻ അതിന് പ്രസ്ഥാനത്തിന് ആവശ്യമായത്, ഇങ്ങനെ മഹാപ്രസ്ഥാനത്തിന് ആവശ്യമായിട്ടുള്ള സാമഗ്രികളൊക്കെ ശേഖരിച്ച് അതിന് മുമ്പ് ചെയ്യേണ്ടതായ കർമ്മങ്ങളെല്ലാം പിന്നെ നടത്തി, അല്ലെങ്കിൽ ശ്രീരാമൻ ചെയ്യേണ്ടതാണെങ്കിൽ ശ്രീരാമനെ കൊണ്ട് ചെയ്യിപ്പിച്ച് അവനവൻ ചെയ്യേണ്ടത് അവനവനും ചെയ്ത് മഹാപ്രസ്ഥാനത്തിനായിട്ടുള്ള ഒരുങ്ങിയിട്ടുള്ള രാമനോ ശുഭ്രവസ്ത്രങ്ങളും ദർഭയും ധരിച്ചുകൊണ്ട് നിന്നു. ഇനി അതായത് സങ്കല്പത്തിൽ പരലോകത്തിനായിക്കൊണ്ട് ഇനി ഞാൻ ഈ ദേഹം ഉപേക്ഷിക്കാമെന്ന് സങ്കല്പിച്ചുകൊണ്ട് ആണ് രാമൻ നിൽക്കണത് കേട്ടോ. തതോ വസിഷ്ഠോപി ചകാര സർവം പ്രാസ്ഥാനികം കർമ്മ മഹദ്വിധാനാത് ക്ഷൗമാംബരോ ദർഭ പവിത്ര പാണിർ, പവിത്രമൊക്കെ ദർഭം, പവിത്രമോതിരമൊക്കെ, ഇത് പുല്ലുകൊണ്ടുള്ള പവിത്രമോതിരമൊക്കെ കെട്ടി കയ്യിലിട്ടിട്ട് നിൽക്കുകയാണ്. മഹാപ്രയാണായ ഗൃഹീത ബുദ്ധി, മഹാപ്രയാണത്തിന് പോവുകയാണെന്ന് നിശ്ചയിച്ചുകൊണ്ട്, മഹാപ്രസ്ഥാനമാണ് ഇനി അടുത്തെന്ന് തീർച്ചയാക്കിക്കൊണ്ട്. 37 നിഷ്ക്രമ്യ രാമോ നഗരാൽ സിതാഭ്രാൽ ശശിവയാത ശശികോടികാന്തി രാമസ്യ സവ്യേ സിത പത്മഹസ്ത പത്മാഗത പത്മവിശാല നേത്ര. സീതാഭ്രാൽ, അതായത് സീതാഭ്രാൽ എന്നല്ലേ ഉള്ളൂ, അതെ, സീതാഭ്രാൽ എന്ന് പറഞ്ഞാൽ വെളുത്ത മേഘത്തിൽ നിന്ന് ശശി ഇവ, അതായത് മേഘത്തിൻ്റെ ഉള്ളിൽ നിന്ന് ചന്ദ്രൻ, എങ്ങനെ പൂർണ്ണ ചന്ദ്രൻ മേഘത്തിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് വരില്ല. ചിലപ്പോൾ മേഘം കുറച്ച് നേരം മറയ്ക്കുമല്ലോ, എന്നിട്ട് മേഘം കാറ്റത്ത് മൂവ് ചെയ്യുമ്പോൾ പൂർണ്ണചന്ദ്രനെ ആദ്യം കാണാറാവില്ലേ. അതുപോലെ ശശികോടി കാന്തി രാമ, കോടി ചന്ദ്രനെ പോലെ കാന്തിയോട് കൂടിയ രാമൻ നഗരാൽ നിഷ്ക്രമ്യ, ഈ അയോധ്യ നഗരത്തിൽ നിന്നും പുറപ്പെട്ട് യാത്ര ചെയ്തു. പത്മവിശാല നേത്ര, താമരദളം പോലെ ഉള്ള നേത്രങ്ങളോടും സിത, വിശാലമായ നേത്രങ്ങളോടും, പത്മവിശാല പറഞ്ഞുല്ലോ. സിത പത്മഹസ്ത, ഒരു വെൺതാമരപ്പൂവ് കയ്യിൽ പിടിച്ച്
പത്മ ലക്ഷ്മീദേവി രാമസ്യ സഭയെ രാമൻ്റെ ഇടത്തുഭാഗത്ത് ഗദാ സഞ്ചരിച്ചു. എന്താ അറിയോ, മായാസീതയാണ് പോയതൊക്കെ, ശരിക്കുള്ള സീത പോയിട്ടില്ലല്ലോ. മഹാലക്ഷ്മി അതായത് വെളുത്ത മേഘത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു പൂർണ്ണ ചന്ദ്രനെ പോലെ, അങ്ങനെ ഒരു ചന്ദ്രനെ പോലെയല്ല, കോടി കോടി ചന്ദ്ര സമാനം ആയിട്ടുള്ള ശോഭയോടുകൂടിയ ശ്രീരാമചന്ദ്രൻ ആ അയോധ്യ നഗരത്തിൽ നിന്ന് പുറത്തേക്ക് പുറപ്പെട്ടു. താമര ഇതള് പോലെ വിരിഞ്ഞ വിസ്താരമുള്ള നേത്രങ്ങളോടും കയ്യിൽ താമരപ്പൂവോടും കൂടിയ ലക്ഷ്മീദേവി രാമചന്ദ്രൻ്റെ ഇടത്ത് ഭാഗത്തുകൂടെ സഞ്ചരിച്ചു. മഹാലക്ഷ്മി വിഷ്ണുവിൻ്റെ കൂടെ സഞ്ചരിക്കില്ലേ? ഈ ദേഹം ത്യജിച്ച വിഷ്ണുവായി കുറച്ച് ഒരു അവതാരം ഉദ്ദേശം സാധിക്കണ വരെ രാമ ആയിട്ട് ദേഹം ധരിച്ചു, അത്രല്ലേ ഉള്ളൂ. അപ്പോൾ ഇടത്ത് ഭാഗത്ത് സഞ്ചരിച്ചു. സീതാദേവി ശ്രീദേവിയുടെ സ്വരൂപത്തോടു കൂടി അപ്പോൾ ശ്രീരാമ സമീപത്ത് സഞ്ചരിച്ചു എന്ന് നമുക്ക് പറയാം. അതായത് മായാ സീതയാണപ്പോൾ ഈ അപ്രത്യക്ഷമായതും രാവണൻ കട്ടുകൊണ്ടോയതും രാമൻ ഉപേക്ഷിച്ചതൊക്കെ മായാ സീതയാണ്. ശരിക്കുള്ള സീതയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ലക്ഷ്മി ദേവി തന്നെയാണല്ലോ. അപ്പോൾ സീത ശരിക്കും ശ്രീരാമൻ്റെ കൂടെ സഞ്ചരിച്ചു നമുക്ക് പറയാം എന്ന് ചില വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കോടി കോടി ചന്ദ്ര സമാന കാന്തിയോട് കൂടിയിട്ടുള്ള ശ്രീരാമചന്ദ്രൻ അങ്ങനെ പുറപ്പെട്ടു. ഇടത്ത് ഭാഗത്ത് ലക്ഷ്മി ദേവി കൂടെ നടന്നു എന്ന്. നിഷ്ക്രമ്യ രാമോ നഗരാൽ സിതാഭ്രാൽ ശശിവയാത ശശികോടി കാന്തി രാമസ്യ സവ്യേ സിത പത്മഹസ്ത. വെളുത്ത താമരയാണ് മഹാലക്ഷ്മി പിടിച്ചിരിക്കണം, അല്ലെങ്കിൽ സീത. പത്മാഗത പത്മവിശാല നേത്ര. 38 പാർശ്വേഥ ദക്ഷേരുണ കഞ്ചഹസ്ത ശ്യാമായയൗ ഭൂരഭിദീപ്യമാന ശസ്ത്രാണി ശാസ്ത്രാണി ധനുശ്ച ബാണ ജഗ്മുപുരസ്താധൃത വിഗ്രഹാസ്തേ. അരുണകഞ്ചഹസ്ത ചെന്താമരപ്പൂവ് കയ്യിൽ ധരിച്ച ശ്യാമളവർണ്ണത്തോടു കൂടിയവളും ശ്യാമ എന്നാണ്, അതായത് സ്ത്രീലിംഗ, ശ്യാമളവർണ്ണത്തോടു കൂടിയവളും ദീപ്യമാന അധികം ശോഭിക്കുന്നവളുമായ ഭൂദേവി, അതായത് ഇടത്ത് ഭാഗത്ത് ലക്ഷ്മി ദേവിയും ചെന്താമരപ്പൂ ധരിച്ച് ശ്യാമളവർണ്ണത്തോടു കൂടിയ ഭൂമിദേവി. ദക്ഷേ പാർശ്വേ വലത്ത് ഭാഗത്തും ശാസ്ത്രങ്ങളും ധനു അതായത് വില്ലും ബാണങ്ങളും ധൃതവിഗ്രഹാഹ ധരിച്ച ശരീരത്തോടു കൂടിയവളായിട്ട് പുരസ്താൽ ജഗ്മു മുമ്പിൽ ഗമിച്ചു. അതായത് ലക്ഷ്മി ദേവി വെളുത്ത താമരപ്പൂവും പിടിച്ച് നല്ല വിശാല നേത്രങ്ങളോടുകൂടി ഇടത്ത് ഭാഗത്ത് സഞ്ചരിച്ചു എന്ന് പറഞ്ഞല്ലോ കഴിഞ്ഞ ശ്ലോകത്തിൽ. ഇതിലെന്താ പറഞ്ഞ വെച്ചാൽ ചെന്താമരപ്പൂവ് കയ്യിൽ പിടിച്ച് ശ്യാമള വർണ്ണത്തോടു കൂടി വളരെ ശോഭിച്ചിരിക്കുന്ന ഭൂമിദേവിയും ശ്രീരാമൻ്റെ വലത്ത് ഭാഗത്തു കൂടെ നടന്നു. പിന്നെയോ ശംഖചക്രാദികളായിട്ടുള്ള ഭഗവാന്റെ ആയുധങ്ങളും ശാസ്ത്രങ്ങളും വില്ലും ബാണങ്ങളും അവരൊക്കെ ശരീരം പൂണ്ടിട്ടാണ്. അതായത് വില്ലും ഭഗവാന്റെ ആയുധങ്ങളൊക്കെ ശരീരം എടുത്ത് മുമ്പിൽ നടന്നു എന്ന്, ധരിച്ചും കൊണ്ട മുൻഭാഗത്ത് നടന്നു എന്നാണ് പറഞ്ഞത് കേട്ടോ. അതായത് ഭഗവാന്റെ ആയുധങ്ങളാണ് ഭരതനും ശത്രുഘ്നനും ഒക്കെ. അപ്പം അവർ നടന്നു എന്നാണോ ഇതിൽ വിചാരിക്കണമെന്നുള്ളത് പറഞ്ഞിട്ടില്ല. പക്ഷെ അങ്ങനെ ആവാം. കാരണം ശംഖ് ആണ് ഭരതൻ അങ്ങനെ കണ്ടല്ലോ. അപ്പോൾ ഈ ഭഗവാന്റെ ആയുധങ്ങൾ രൂപം പൂണ്ട് മുമ്പിൽ നടന്നു എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് അങ്ങനെ തന്നെ പറയാം, ഭഗവാന്റെ എല്ലാ ആയുധങ്ങളും ശാസ്ത്രങ്ങളും വില്ലും എല്ലാ ബാണങ്ങളും ഒക്കെ രൂപം പൂണ്ടിട്ട് മനുഷ്യരൂപം പൂണ്ട് ശരീരം ധരിച്ചുകൊണ്ട് ഭഗവാന്റെ മുമ്പിൽ നടന്നു. ഇടത്ത് ഭാഗത്ത് മഹാലക്ഷ്മിയും വലത്ത് ഭാഗത്ത് ഭൂമിദേവിയും. പാർശ്വേത ദക്ഷേരുണ കഞ്ചഹസ്ത ശ്യാമായയൗ ഭൂരഭി ദീപ്യമാന ശസ്ത്രാണി ധനുശ്ച ബാണ ജഗ്മുപുരസ്താധൃത വിഗ്രഹാസ്തേ. 39 വേദാശ്ച സർവേ ധൃത വിഗ്രഹാശ്ച യയുശ്ച സർവേ മുനയശ്ച ദിവ്യാഃ മാതാ ശ്രുതീനാം പ്രണവേന സാധ്വീ യയൗ ഹരിം വ്യാഹൃതിഭി സമേത. സർവേ വേദ എല്ലാ വേദങ്ങളും ധൃതവിഗ്രഹ അവരും വേദം ശ്രുതി ദേവതകളായി അവരും ശരീരം ധരിച്ചു.
അതായത് വേദാഭിമാനികളായിട്ടുള്ള ദേവതകളായിത്തീർന്നു. മറ്റതൊക്കെ ആയുധാഭിമാനികളായ ദേവതകളായിത്തീർന്നു. ആയുധങ്ങൾ, എല്ലാ വേദങ്ങളും വേദാഭിമാനി, അല്ലെങ്കിൽ നമ്മൾ ശ്രുതിദേവത എന്ന് പറഞ്ഞുല്ലോ, നമ്മൾ ഭാഗവതത്തിലൊക്കെ ശ്രുതിദേവതകളായിട്ട് പിന്നെ ശരീരം ധരിച്ച് വേദങ്ങളും ദിവ്യാഹ സർവേ മുനയ, ദിവ്യന്മാരായ സർവ മഹർഷിമാരും പ്രണവേന, പ്രണവം ചൊല്ലിക്കൊണ്ട് സാധ്വി ശോഭനയും വ്യാഹൃതിഭീ സമേത, വ്യാഹൃതികളോടുകൂടിയതുമായ ശ്രുതീനാം മാതാ ഗായത്രിയും, ശ്രുതി മാതാവായിട്ടുള്ള ഗായത്രിയും ഹരിം യയൗ, ശ്രീഹരിയെ അനുഗമിച്ചു. എന്താ അറിയോ, രൂപം ധരിച്ചിട്ട് ശ്രുതിദേവതകളും, അതാണ് രൂപം ധരിച്ചിരിക്കുന്ന സർവവേദങ്ങളും ദിവ്യന്മാരായ സകല മുനിമാരും ഓങ്കാരസഹിതവും, ഓം ഭൂർഭുവ സ്വഹ, ഇതിനെയാണ് വ്യാഹൃതികൾ എന്ന് പറയണത്. ഓം ഭൂർഭുവ സ്വ, അതിനെയാണ് വ്യാഹൃതികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓങ്കാരത്തോടുകൂടിയും പിന്നെ വ്യാഹൃതികളോട് ചേർന്നും ഇരിക്കുന്ന ശോഭനമായ ഗായത്രി, ഗായത്രിയെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഗായത്രി മന്ത്രവും രൂപമെടുത്തിട്ട് ശ്രീരാമനെ അനുഗമിച്ചു എന്ന്. ഈ ഓം ഓം ഗായത്രിയൊക്കെ ഓം ഇല്ലാണ്ട് ഒരിക്കലും, ഓങ്കാര സഹിതം അല്ലാണ്ട് ഒരിക്കലും പറയില്ലല്ലോ. ഓം ഭൂർഭുവ സ്വ സവിതുർവരേണ്യം ഭർഗോദേവസ്തി ധീമഹി ധിയോ യോ ന പ്രചോദയ എന്നല്ലേ പറയുക. ഈ ഓം ഭൂർഭുവ സ്വ എന്നുള്ളതിനാണ് തോന്നുന്നത് വ്യാഹൃതി എന്ന് പറയുക. അപ്പോൾ ഈ പിന്നെന്താണ്, ആയുധങ്ങൾ മുമ്പ് നടന്നത് മാത്രമല്ല, വേദങ്ങളും ശ്രുതിദേവതകളായി രൂപം പൂണ്ട് നടന്നു. ദിവ്യന്മാരായ മുനികളെ ഗായത്രിയും ജപിച്ചുകൊണ്ട്, മുനിമാരും ഗായത്രി ദേവതയും എന്ന് പറയാം, വേദമാതാവായിട്ടുള്ള ഗായത്രിയും രൂപം പൂണ്ട് ഗായത്രി ദേവതയും ഈ പിന്നെ ശ്രീരാമനെ അനുഗമിച്ചു. എല്ലാം രൂപം പൂണ്ടിട്ടാണ് കേട്ടോ, എല്ലാം അതിൻ്റെയൊക്കെ ഗായത്രിയുടെ അഭിമാനി ദേവത, അങ്ങനെ എല്ലാറ്റിനും അഭിമാനി ദേവതകളായിട്ടാണ് പോയത്. വേദാശ്ച സർവേ ധൃത വിഗ്രഹാശ്ച യയുശ്ച സർവേ മുനയശ്ച ദിവ്യാഹ മാതാശുദീനം പ്രണവേന സാധ്വി യയൗ ഹരിം വ്യാഹൃതിഭിः സമേത. ഈ വേദങ്ങളൊക്കെ, അതാണ് നമ്മൾ ഈ ശ്രുതിഗീതയൊക്കെ ഭാഗവതത്തിൽ, അതായത് വേദങ്ങൾ രൂപം പൂണ്ട് ശ്രുതിദേവതകളായിട്ട് സ്തുതിക്കുന്നതാണ് ശ്രുതിഗീത. അപ്പോൾ അവർക്കൊക്കെ വേണമെങ്കിൽ ശരീരം എടുത്തിട്ട് ദേഹാഭിമാനി, അതായത് വേദാഭിമാനികളായിട്ട് പിന്നെ ശരീരം എടുക്കാം. നമ്മളൊക്കെ വെറും ദേഹാഭിമാനികളല്ലേ, അവർ വേദാഭിമാനികളും ഗായത്രി അഭിമാനികളും ഒക്കെയാണ് കേട്ടോ, അതായത് നമ്മളെപ്പോലെയല്ല. ഇനി ഗച്ഛന്തമേവാനുഗതാ, നമ്മൾ ഈ ജഡശരീരാഭിമാനികളായിട്ടാണ്. മറ്റത് വേദമൊക്കെ ശാശ്വതമാണല്ലോ, ശാശ്വത വേദാഭിമാനികളാണ്, അല്ലെങ്കിൽ ശാശ്വതമായ ഗായത്രി അഭിമാനിയൊക്കെയാണ് കേട്ടോ. ഗച്ഛന്തമേവാനുഗതാ ജനാസ്തേ സബു, അല്ല അത് വായിച്ചില്ലേ അല്ലേ 19. വേദാശ്ച സർവേ ധൃത വിഗ്രഹാശ്ച യയുശ്ച സർവേ മുനയശ്ച ദിവ്യാഹ മാതാശുദീനം പ്രണവേന സാധ്വി യയൗ ഹരിം വ്യാഹൃതിഭിः സമേത. ഗച്ഛന്തമേവാനുഗതാ ജനാസ്തേ സപുത്രധാരാ സഹബന്ധുവർഗൈ അനാവൃതദ്വാരമിവാപവർഗം രാമം വ്രജന്തം യയുരാപ്തകാമാഹ. ബന്ധുവർഗൈ സഹ, ബന്ധുവർഗങ്ങളോടുകൂടിയും, സപുത്രധാര, പുത്രന്മാരോടും ഭാര്യമാരോടും കൂടിയിരിക്കുന്ന, ധാര എന്ന് പറഞ്ഞാൽ ഭാര്യമാരാണ്. തേ ജനാഹ, ആ ജനങ്ങൾ, അനാവൃതദ്വാരം, തുറന്ന വാതിൽ, ദ്വാരം അനാവൃതം, ആവൃതം ചാൽ അടച്ചതാണ്, അനാവൃത ദ്വാരം ചാൽ തുറന്ന വാതിലും, വ്രജന്തം സഞ്ചരിക്കുന്നതുമായ അപവർഗം ഇവ, മോക്ഷത്തെ എന്ന പോലെ, മോക്ഷത്തിൻ്റെ കവാടം തുറന്നിട്ടിരിക്കുകയാണ് എന്ന പോലെ, ഗച്ഛന്തം രാമം, ഗമിക്കുന്ന രാമനെ, രാമനാണ് അപ്പോൾ മോക്ഷകവാടം, ആ മോക്ഷകവാടം തുറന്ന് ഇരിക്കുകയാണ് എന്ന പോലെ ഇവരൊക്കെ ആപ്തകാമ, സമ്പാദിച്ച കാമങ്ങളോടുകൂടിയവയായിട്ട് അനുഗമിച്ചു. അതായത് ഗച്ഛന്തമേവാനുഗതാ ജന, എന്താ പറയണത്, അതായത് ബന്ധുക്കളോടും പുത്രന്മാരോടും ഭാര്യമാരോടും ഒക്കെ കൂടിയിട്ട് സർവ്വജനങ്ങളും അവർക്ക് ഇനി ഒന്നും സാധിക്കാനില്ല. അതാണ് പറഞ്ഞത്, എന്ത് ആപ്തകാമാന്ന്, എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചവരായിട്ട് തുറന്നു വച്ചിരിക്കുന്ന ആ മോക്ഷ കവാടത്തോടു കൂടി സഞ്ചരിക്കുന്ന, അതായത് ആ തുറന്നു വച്ചിരിക്കുന്ന ആ മോക്ഷ പുരുഷാർത്ഥം എന്ന പോലെ, തുറന്നിരിക്കുന്ന മോക്ഷ കവാടം എന്ന പോലെ പ്രത്യക്ഷമായിട്ട് അവരുടെ മുമ്പിൽ മോക്ഷ കവാടം തുറന്നു കൊടുക്കുകയാണ് ശ്രീരാമനെ.
അങ്ങനത്തെ ശ്രീരാമനെ അനുഗമിച്ചു. എന്തൊരു ഭാഗ്യമാണല്ലേ! അന്ന് അവിടെ അയോധ്യയിൽ ജീവിച്ച എല്ലാവരും ശ്രീരാമൻ വരണ്ടെന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാർ മാത്രം ഇപ്പോൾ വിഭീഷണനോ പിന്നെ ജാമ്പവാനോടൊക്കെ പറഞ്ഞൂല വരണ്ടാന്ന്. അവർക്ക് ഹനുമാനോടൊക്കെ അവർക്ക് ഒരു മിഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കി സകല ആൾക്കാരും വേണമെന്ന് ആഗ്രഹമുള്ളവർ മുഴുവൻ ബന്ധുക്കളോടും പുത്രന്മാരോടും ഭാര്യമാരോടും കൂടിയിട്ട് ഈ മോക്ഷ കവാടം തുറന്നു കൊടുക്കുന്ന ഭഗവാനെ അനുഗമിച്ചു. ഗച്ഛന്തമേവാനുഗതാ ജനാസ്തേ സപുത്രധാരാ സഹ ബന്ധുവർഗൈ അനാവൃതദ്വാരമിവാപവർഗം രാമം വ്രജന്തം യയുരാപ്തകാമാഹ. 41. സാന്തപുരസ്സാനുചരസ്സ ഭാര്യ ശത്രുഘ്നയുക്തോ ഭരതോനുയായാത് ഗച്ഛന്തമാലോക്യ രമാസമേതം ശ്രീരാഘവം പൗരജനാഹ സമസ്താഹ. 2 വരിയും കൂടി ഒന്നിച്ചാണ് കേട്ടോ. സബാലവൃദ്ധാശ്ച യയുർദ്വിജാഗ്ര്യാഹ സാമാത്യവർഗാശ്ച സമന്ത്രിണോ യയുഹു. ശത്രുഘ്നയുക്ത ഭരത, ശത്രുഘ്നോടുകൂടിയ ഭരതൻ, സാന്തഹ പുരഹ അന്തഃപുരത്തിലുള്ളവരോടും, സ അന്തഃപുര എന്നാണ്. അത് സാന്തപുരഹ എന്ന് പറഞ്ഞാൽ അന്തഃപുരത്തിലുള്ളവരോടും, സാനുചര അനുചരന്മാരോടും, സഭാര്യ ഭാര്യമാരോടും കൂടിയവനായിട്ട്, അനുയായാത് ഓരോ ഭാര്യയുള്ളൂ ശത്രുഘ്നനും ഭരതനും. എന്തായാലും അവർ അന്തഃപുരത്തിൽ ഓരോരുത്തരുടെയും അന്തഃപുരം വേറെ ആവുമല്ലോ, അങ്ങനെയാണല്ലോ, ഓരോരുത്തർക്കും ഓരോ പാലസൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ശത്രുഘ്നനും ഭരതനും അവരുടെ പാലസിലുള്ള അല്ലെങ്കിൽ അവരുടെ അന്തഃപുരത്തിലുള്ളവരെയും അവരുടെ ഫോളോവേഴ്സിനെയും അവരുടെ ദാസന്മാരെയും അല്ലെങ്കിൽ ഭൃത്യന്മാരെയും അവരുടെ ഭാര്യയും അവനവൻ്റെ ഭാര്യമാരെയും കൂട്ടി അനുയായാത് രാമനെ അനുഗമിച്ചു. രമാസമേതം ശ്രീരാഘവൻ, ലക്ഷ്മി ദേവിയോട് ചേർന്നിരിക്കുന്ന ശ്രീ രാമചന്ദ്രനെ ഗച്ഛന്തും ആലോക്യ ഗമിക്കുന്നവനായി കണ്ടിട്ട്, സമസ്ത പൗരജനാഹ എല്ലാ പൗരന്മാരും, സബാലവൃദ്ധാഹ അതായത് ഇന്ന ആൾക്കാരെന്നില്ല, കുട്ടികളും വൃദ്ധന്മാരും എല്ലാവരും, ദ്വിജാഗ്ര വലിയ വലിയ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ബ്രാഹ്മണരും, സാമാത്യവർഗ അതായത് മന്ത്രിമാരും അമാത്യവർഗത്തോടു കൂടിയവരും, മന്ത്രിമാരോട് കൂടിയവരുമായിട്ട് യാനം ചെയ്തു എന്ന് പറഞ്ഞാൽ അയോധ്യ മുഴുവൻ പോയി ഭഗവാന്റെ പിന്നാലെ. ശത്രുഘ്നനും ഭരതനും അവരുടെ അന്തഃപുരത്തിലുള്ളവരോടും അവരുടെ ഭൃത്യന്മാരോടും ഭാര്യമാരോടും കൂടി ലക്ഷ്മി സമേതനായിട്ട് മുമ്പിൽ നടക്കണ രാമനെ അനുഗമിച്ചു. ആബാലവൃദ്ധം എന്നൊക്കെ നമ്മൾ പറയൂലോ, ആബാലവൃദ്ധം ചെന്താ കുട്ടികളും ചെറുപ്പക്കാരും വൃദ്ധന്മാരും എന്നില്ല എല്ലാവരും എന്നർത്ഥം. ആബാലവൃദ്ധം പൗരജനങ്ങളും വിശിഷ്ടന്മാരായിട്ടുള്ള ബ്രാഹ്മണരും അവരവരുടെ അമാത്യന്മാരുടെ സഹായികളും മന്ത്രിമാരോടും കൂടി ശ്രീരാമനെ അനുഗമിച്ചു. പിന്നെ സാന്തപുരസ്സാനുചരസ്സ ഭാര്യ ശത്രുഘ്നയുക്തോ ഭരതോനുയായാത് ഗച്ഛന്തമാലോക്യ രമാസമേതം ശ്രീരാഘവം പൗരജനാഹ സമസ്താഹ സബാലവൃദ്ധാശ്ച യുർദ്വിജാഗ്ര്യാഹ സാമാത്യവർഗാശ്ച സമന്ത്രിണോ യയു. ഇനി 42. സർവേ ഗതാ ക്ഷത്രമുഖാ പ്രഹൃഷ്ട വൈശ്യാശ്ച ശൂദ്രാശ്ച തഥാ പരേ ച സുഗ്രീവമുഖ്യാ ഹരിപുംഗവാശ്ച സ്നാതാ വിശുദ്ധാഃ ശുഭശബ്ദയുക്താഃ. ക്ഷത്രമുഖാഃ ക്ഷത്രിയന്മാരാകുന്ന അതായത് ക്ഷത്രിയ പ്രമുഖന്മാരോടുകൂടിയ, വൈശ്യാഹ വൈശ്യന്മാരും, ശൂദ്രാഹ ശൂദ്രന്മാരും അല്ലാത്തവരും, സുഗ്രീവമുഖ്യ സുഗ്രീവൻ മുതലായ ഹരിപുംഗവ വാനരശ്രേഷ്ഠന്മാരും, സ്നാതാഹ വിശുദ്ധ സ്നാനം ചെയ്ത് ആ സരയൂ നദിയിൽ കുളിച്ച്, ശുഭശബ്ദയുക്ത ശുഭശബ്ദത്തോടു കൂടിയവരായിട്ട്, സർവേ ഗത എല്ലാവരും രാമനെ അനുഗമിച്ചു. എന്താ അറിയോ, ക്ഷത്രിയന്മാരുടെ പിന്നാലെ വൈശ്യന്മാര്, ശൂദ്രന്മാര്, അതൊന്നും അല്ലാത്തവര്, സുഗ്രീവാദികളായിട്ടുള്ള വാനരന്മാര് എന്ന് വേണ്ട സർവരും വളരെ സന്തോഷത്തോടു കൂടി ശ്രീരാമൻ്റെ കൂടെ ആ സരയൂ നദിയിൽ സ്നാനം ചെയ്ത് പരിശുദ്ധന്മാരായിട്ട് രാമനാമത്തെ തന്നെ ജപിച്ചുകൊണ്ട് രാമനെ പിന്തുടർന്നു. സർവേ ഗതാ ക്ഷത്രമുഖ പ്രഹൃഷ്ട വൈശ്യാശ്ച ശൂദ്രാശ്ച തഥാ പരേ ച സുഗ്രീവമുഖ്യ ഹരിപുംഗവാശ്ച സ്നാതാ വിശുദ്ധ ശുഭശബ്ദയുക്താഃ. 43.
ന കശ്ചിദാസീത് ഭവദുഃഖയുക്തോ ദീനോഥവാ ബാഹ്യസുഖേഷു സക്തഃ ആനന്ദരൂപാനുഗതാനുരക്ത യയുശ്ചരാമം പശുഭൃത്യവർഗൈഃ. ഭവദുഃഖയുക്ത, ഈ സംസാര ദുഃഖത്തോടു കൂടിയവനോ, അഥവാ ദീന അല്ലെങ്കിൽ ദീനന്മാര്, ദൈന്യം ആയിട്ടുള്ള ദീനന്മാര്, അല്ലെങ്കിൽ എന്താ പറയുക, ദരിദ്രനോ, ബാഹ്യസുഖേഷു സക്ത, ബാഹ്യസുഖങ്ങളിൽ ആസക്തനോ, വിഷയസുഖങ്ങളിൽ കശ്ചിന്ന ആസീത്, അവിടെ ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെയുള്ളവര്. ഈ സംസാര ദുഃഖം അനുഭവിക്കുന്നവരോ, ദാരിദ്ര്യ ദുഃഖം പോലുള്ള ദുഃഖം അനുഭവിക്കുന്നവരോ, അല്ലെങ്കിൽ ഈ ഭൗതിക സുഖങ്ങളുടെ പിന്നാലെ പോവാൻ ഉള്ളവരായോ ആയിട്ട് അവിടെ കശ്ചിൽ ആസീത്, ഒരുവരും ഉണ്ടായില്ല. പശുഭൃത്യവർഗൈഹി, അതായത് പശുക്കളോടും ഭൃത്യന്മാരോടും കൂടി ആനന്ദ രൂപാനുഗതാനുരക്താഹ, ആനന്ദം അനുഭവിച്ചുകൊണ്ട്, ആനന്ദത്തോടെ ആരെ അനുഗമിച്ചു? ആനന്ദസ്വരൂപനെ അനുഗമിച്ചവര് രാമം യയു, രാമനെ യാനം ചെയ്തു. ആനന്ദസ്വരൂപനായ രാമനെ ആനന്ദത്തോടു കൂടി സമീപത്ത് ഉണ്ടാകുമ്പോൾ നമുക്ക് ആനന്ദം ഉണ്ടാവൂലോ. അപ്പോൾ സംസാരത്തിൻ്റെ ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരോ, ദാരിദ്ര്യാദി എന്തെങ്കിലും ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരോ, വിഷയസുഖങ്ങളെ പിന്നാലെ പോവാൻ ആഗ്രഹിക്കുന്നവരോ ആയിട്ട് ആരും തന്നെ അയോധ്യയിലില്ല. എന്താ വെച്ചാൽ രാമൻ്റെ സത്സംഗം കൊണ്ടേ ആർക്കും അങ്ങനെയുള്ള ആഗ്രഹമില്ല. എന്താ വെച്ചാൽ എല്ലാവരും അവരവരുടെ പശുക്കളെയും ഭൃത്യന്മാരെ അടക്കം കൂടെ കൊണ്ടുപോയിട്ട് വളരെ ആനന്ദത്തോടു കൂടിയിട്ട് ആനന്ദസ്വരൂപനായ രാമനിൽ അങ്ങേയറ്റം സ്നേഹത്തോടു കൂടി രാമനാമം ജപിച്ച് ആനന്ദാബ്ധിയിൽ മുഴുകിക്കൊണ്ട് ബാഹ്യസുഖങ്ങളെ ഒക്കെ മറന്ന്, എല്ലാ ദുഃഖാവസ്ഥകളെയൊക്കെ മറന്ന് രാമൻ്റെ പിന്നാലെ എല്ലാവരും പോയി. ഇനി ഒരു ശ്ലോകം കൂടിയും ചെയ്യാം. ന കശ്ചിദാസീത് ഭവദുഃഖയുക്തോ ദീനോഥവാ ബാഹ്യസുഖേഷു സക്തഃ ആനന്ദരൂപാനുഗതാനുരക്ത യയുശ്ചരാമം പശുഭൃത്യവർഗൈഃ. 44 കൂടിയും ചെയ്യാം. ഭൂതാന്യദൃശ്യാനി ചയാനി യത്തത്ര യേ പ്രാണിനസ്ഥാവരജംഗമാശ്ച സാക്ഷാൽ പരാത്മാന അനന്തശക്തിം ജഗ്മുർവിരക്താഃ പരമേകമീശം. തത്ര അവിടെ അദൃശ്യാനി, കാണാൻ കഴിയാത്ത, യാനി ഭൂതാനി, നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഏതൊക്കെ ഭൂതങ്ങളുണ്ടോ, സ്ഥാവരജംഗമാഹ, സ്ഥാവരങ്ങളും ജംഗമങ്ങളും, അതായത് മൂവ് ചെയ്യണതും മൂവ് ചെയ്യാത്തതും, പ്രാണിന, ഏതൊരു പ്രാണികളോ, അവർ വിരക്താഹ, അവർക്കൊക്കെ വൈരാഗ്യം വന്നു. അനന്തശക്തിയോടുകൂടിയ സാക്ഷാൽ പരാത്മന, പ്രത്യക്ഷനായ പരബ്രഹ്മം തന്നെയായ, അല്ലെങ്കിൽ പരമാത്മാവ് തന്നെയായ പരം, മായയ്ക്കതീതനും ഏകം അദ്വിതീയനുമായ ഈശ്വരനെ ജഗ്മു അനുഗമിച്ചു. അയോധ്യയില് സാധാരണ മനുഷ്യന്മാർക്ക് കാണാൻ കഴിയാത്ത ഏതെല്ലാം തരത്തിലുള്ള ജീവജാലങ്ങളോ ഭൂതങ്ങളോ സ്ഥാവരജംഗമ, അതായത് പുഴ, പിന്നെ വൃക്ഷങ്ങള്, പിന്നെ എന്താ പറയുക, നദികള്, വൃക്ഷങ്ങള്, മലകള് എന്ന അടക്കം സ്ഥാവരജംഗമ രൂപങ്ങളായിട്ടുള്ള പ്രാണികൾ ആരൊക്കെ ഉണ്ടോ അവരേവരെയും അനന്തശക്തിയോടുകൂടിയവനും മായയെ അതിക്രമിച്ചവനും അദ്വിതീയനും പ്രത്യക്ഷമായ പരമാത്മാവുമായ സർവരുടെ നിയന്താവുമായിട്ടുള്ള ശ്രീരാമനെ എല്ലാവരും വൈരാഗ്യത്തോടു കൂടിയിട്ട് വേറൊന്നിലും ആഗ്രഹമില്ലാത്തവരായിട്ട് അനുഗമിച്ചു എന്ന് പറഞ്ഞ് നമുക്ക് ഇന്നിവിടെ നിർത്താം. അദൃശ്യമായിട്ടുള്ള ഭൂതങ്ങളെ നമുക്ക് കാണാത്ത, നമ്മുടെ ഈ കണ്ണുകൊണ്ട് കാണാൻ, അല്ലെങ്കിൽ ഈവൻ പിന്നെ എന്താ പറയുക, ഇത് മൈക്രോസ്കോപ്പ് വെച്ചാലും കൂടി കാണാൻ പറ്റാത്ത ഭൂതങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരെല്ലാവരും എന്നർത്ഥം. അതായത് സർവ്വജീവജാലങ്ങളും ഭഗവാന്റെ എല്ലാ സൃഷ്ടിയും ഭഗവാനെ അനുഗമിച്ചു. ഭൂതാന്യദൃശ്യാനി ചയാനി തത്ര യേ പ്രാണിന സ്ഥാവര ജംഗമാശ്ച സാക്ഷാൽ പരാത്മാനമനന്തശക്തിം ജഗ്മുർവിരക്താഹ പരമേകമീശം. ആരെയാണ് അനുഗമിച്ചത്? അനന്തശക്തിയുള്ളവനും മായയെ പരം എന്ന് പറഞ്ഞില്ലേ, മായയെ അതിക്രമിച്ചവനും മായാതീതനാണല്ലോ, അനന്തനാണ്, അപരിച്ഛിന്നനാണ്,
അല്ലേ, ശാശ്വതനാണ്, അങ്ങനെ അദ്വിതീയനാണ്, പ്രത്യക്ഷ പരമാത്മാവുമായിട്ടുള്ള സർവരുടെയും നിയന്താവുമായിരിക്കുന്ന ആ ശ്രീരാമ ഭഗവാനെ എല്ലാവരും അനുഗമിച്ചു എന്ന് പറഞ്ഞ് നിർത്താം ഇന്ന്. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. ഗുരുവായൂരപ്പ ശരണം.